50,000 രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ഞാൻ വിചാരിച്ചു. നമ്മളെ നാട്ടിൽ എത്ര വലിയ ആൾക്കാർ, ഏതൊക്കെ പഠിച്ച ആൾക്കാർക്ക് നീന്താൻ അറിയാതെ മരിച്ചു പോകുന്നു. ഒന്ന് ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് റെയിൽവേ സ്റ്റേഷൻ പോലത്തേത്, 2 മുഗളന്മാരുണ്ടാക്കിയത്. അപ്പോൾ നമ്മളെ സ്വീകരിക്കാനുണ്ടായിരുന്ന ഒരാളാട്ടോ. നമ്മളെ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇതേമാതിരി വെച്ചിട്ട് പോകട്ടോ. ഞാൻ വിളിച്ചു കൊണ്ടുവന്നത് അതിനാണ്. കണ്ടോ, നമ്മൾ പറഞ്ഞ രണ്ടും ഇവിടെ ഉണ്ട്, അർബൻ റൂറൽ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെ, MLA ഫണ്ട് 10-12 ലക്ഷം. അല്ല, എനിക്ക് സെർബിയയിൽ പിന്നെ മയക്കുമരുന്നിൻ്റെ ചെക്കിംഗ് ഒക്കെ ആക്കിയിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം ഉണ്ടായതാ. ഭയങ്കര കൊണ്ടുപോയിട്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ അയച്ചിട്ട് അങ്ങോട്ട്. ഈ ബാർബർമാർ അധികം തുർക്കിക്കാരായിരിക്കും കേട്ടോ. അത് ഞാൻ എങ്ങനെങ്കിലും ഇവിടെ ലണ്ടനിലെത്തി 50,000 ആക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഈ മനുഷ്യൻ എന്നെ സമ്മതിച്ചില്ല. അതെ, ഞാൻ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് പുലിയാന്ന് കേട്ടോ. ഈ 11 രാജ്യങ്ങൾ 50,000 രൂപയ്ക്ക്, അത് എനിക്ക് വളരെയധികം ഒരു അത്ഭുതം സൃഷ്ടിക്കുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് അത് കഴിഞ്ഞു എന്നുള്ളത്. അതെ, അപ്പോൾ അതൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ. അങ്ങനെ നമ്മളെ മലബാർ ടു ലണ്ടൻ യാത്ര 11 രാജ്യങ്ങൾ 50,000 രൂപ. അതിൽ ലണ്ടനിലെത്തിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ലണ്ടനിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ യാത്രയിൽ നമ്മളെ ക്ഷണിച്ച ഒരാളുണ്ട് കേട്ടോ. നമ്മളെ മൂപ്പര വീട്ടിലേക്ക് പോവുകയാണ്, ലോട്ടനിലാണ്. അപ്പോൾ അവിടേക്കുള്ള ബസ്സിലാണ് നമ്മൾ പെട്ടോ. എയർപോർട്ടിൽ നിന്ന്, ലണ്ടൻ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ആദ്യം അവിടേക്കാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, ബാക്കി യാത്രയിൽ പറയാം, ബാക്കി നമ്മൾക്ക് അവിടെ എത്തിയിട്ട് പറയാം. അങ്ങനെ നമ്മൾ ലോട്ടനിലേക്കുള്ള ബസ്സിലാണ്. അപ്പോൾ ഒന്ന് മൂപ്പരോടൊപ്പമാണ് നമ്മളെ സാഹിബിനോടൊപ്പം. നമ്മുടെ മോണ്ടിനെഗ്രോ വെച്ച് പരിചയപ്പെട്ടപ്പോൾ നമ്മളെ യാത്രേനെ പറ്റിയൊക്കെ കേട്ട സമയത്ത് നിർബന്ധമായിട്ട് ഒരു ദിവസം നമ്മുടെ അടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞ് മൂപ്പര മോള് പിയാപ്പിളൊക്കെ ഇവിടെ സെറ്റിലാണ്, മലപ്പുറത്തുള്ള ആളാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ അങ്ങോട്ടേക്കുള്ള യാത്ര ബാക്കി അവിടെ എത്തിയിട്ട്. അങ്ങനെ നമ്മൾ ലൂട്ടൺ എയർപോർട്ടിലെത്തിയിട്ടോ. ലൂട്ടൺ എയർപോർട്ടിലെത്തി ലണ്ടനിൽ. എയർപോർട്ടിൻ്റെ ഇവിടുന്ന് കുറച്ച് സമയമുണ്ട് അവിടേക്ക് പോകാൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന ബേ എച്ചിൽ F77 എന്ന് പറഞ്ഞ ബസ്സിനാട്ടോ. അതിന് കാത്തിരിക്കുകയാണ്. ലൂട്ടൺ എയർപോർട്ട് അടിപൊളി എയർപോർട്ടാട്ടോ. ലണ്ടനിലെ ലൂട്ടൺ എയർപോർട്ടിൻ്റെ പുറത്തേക്കുള്ള എൻട്രൻസ് ആട്ടോ. ഇത് എയർപോർട്ടാണ്, ലണ്ടൻ ലൂട്ടൺ എയർപോർട്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ F77 എന്ന് പറഞ്ഞ ബസ്സിലാണ് കയറുന്നത്. ലൂട്ടണിലാണ് ഇപ്പോൾ ഉള്ളത്. പുറത്ത് നിന്ന് റൺവേ കാണാൻ കഴിയും കേട്ടോ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലെങ്കിൽ ലാൻഡ് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്ത് വരിക, വിസിൻ്റെ. അങ്ങനെ നമ്മൾ ബസ്സിൽ പോവാണ് കേട്ടോ. ബസ്സിൽ പോകുന്നത് ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ മാത്രം പോവാണ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങനെ പുറത്ത് ചാടി നമ്മൾ നമ്പർ 10 ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. മഴ നല്ലോണം പെയ്യുന്നതുകൊണ്ട് ഗ്ലാസ് കൂടി നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ നാളെ രാവിലെ ബാക്കി കാര്യങ്ങൾ തുടർന്ന് നമുക്ക് ലണ്ടൻ കാഴ്ചകൾ, ലണ്ടനിലെ ചെറിയൊരു ഗ്രാമക്കാഴ്ചകൾ, നമ്മൾ തിരക്കുള്ള കാഴ്ചകളല്ലാതെ ലൂട്ടനിലെ ഗ്രാമക്കാഴ്ചകളാണ് ഇനി കാണാനുള്ളത് കേട്ടോ. ഹായ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ധാരണ നിങ്ങൾ കണ്ടില്ല ആളെ. അപ്പോൾ നമ്മളെ സ്വീകരിക്കാനുണ്ടായിരുന്ന ഒരാളാട്ടോ. നമ്മളെ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങളാരും സ്വീകരിക്കാനുണ്ടായില്ല. നമ്മൾ തിരിച്ചെത്തിയപ്പം ആകെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇന്നലെ അടിച്ചു പൊളിച്ച് നെയ്ച്ചോറ് തന്ന്, ഇപ്പം ബീഫും പുട്ടും തന്ന്. അതൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല, കാരണം അവർക്ക് ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട്, അതിനെക്കൊണ്ട് കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ലണ്ടൻ എപ്പിസോഡിലേക്ക് പാവം എൻ്റെ കൂടെ ഇറങ്ങിയതാണ്. മഴയുണ്ട്, പൊടിയുണ്ട്, എല്ലാ കഥയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് കാണിക്കണം എന്നുള്ളതുകൊണ്ട് ലൂട്ടൺ ഇവർ താമസിക്കുന്ന ചുറ്റുപാട് കുറച്ച് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ ആ സിറ്റി കാഴ്ചകളല്ലാത്ത അടിപൊളി കാഴ്ച കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് സ്വാഗതം. അടിച്ചുപൊളി. ഇതാണ് ഇവർ താമസിക്കുന്നത് കേട്ടോ. നമ്മളെ ഗുലാം ഖാൻ്റെ മോൻ്റെ വീടാണ്. സ്വന്തക്ക് വാങ്ങിയാണ്. ഒരു പുതിയ ഏരിയ ആണ് ഡെവലപ്പായി വരുന്നത്. ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ഗുലാം ഖാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളായിരിക്കും. പക്ഷേ ഗുലാം ഖയും ഞാനും നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കും.
സംസാരിക്കുന്നത്. കാഴ്ചകളൊക്കെ നിങ്ങൾ എത്രയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അവസ്ഥയിലും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. തണുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ കേട്ടോ, ഇതെന്നെ കാണുമ്പോൾ ഒരു ഭംഗി കിട്ടുന്നില്ലേ, നിങ്ങൾക്ക് നല്ല രസം കിട്ടുന്നില്ലേ? ഇപ്പം നമ്മളെ നാട്ടിലും ചില ഏരിയകളിൽ ഇതേപോലെ സെറ്റുകൾ വില്ലാസ് വരുന്നുണ്ട്, അറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? വലിയ മുകളിലൊക്കെ ഇതേ സിസ്റ്റം ഫോളോ ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ. മുമ്പൊക്കെ നമ്മളെ നാട്ടിൽ ഇതാ അവിടെയൊക്കെ മതിൽ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളും പോലും ചെയ്യാത്ത അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വരുന്നുണ്ട്. വരട്ടെ മാറ്റം വരട്ടെ. ഈ വീടുകൾ എന്ന് പറഞ്ഞിട്ട് 4 ബെഡ്റൂം, 3 ബാത്റൂം, കിച്ചന്, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ സൗകര്യങ്ങൾ. ഏകദേശം നമ്മളെ നാട്ടിൽ ഒരു 2-ൻ്റെയും 3-ൻ്റെയും 2 കോടി 3 കോടീൻ്റെ അടുത്താണ് ആകെ വരുന്ന ചിലവ്. ഇതൊക്കെ പൈസ ഉള്ള ആൾക്കാർ വെറുതെ അവിടെ വെച്ച് ഒത്തിരിക്കേണ്ട, ഇതേപോലൊക്കെ ചെയ്തോളി. ഇതൊക്കെ അസറ്റാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നത് നമുക്കൊന്നും കൊണ്ടുപോകാനൊന്നുമല്ല, നിങ്ങൾക്ക് നമ്മളെ എക്സ്പീരിയൻസ് നമ്മൾ യാത്ര ചെയ്തപ്പോൾ മനസ്സിലായ കുറേ സത്യങ്ങൾ കാശുള്ള ആൾക്കാരോട് പറയാം കേട്ടോ. കാശില്ലാത്തവർക്ക് വേറെ ഓപ്ഷന്, കാശുള്ളവർക്ക് വേറെ ഓപ്ഷന്. ഇതാണ് യൂറോപ്പിൻ്റെ സിസ്റ്റം കേട്ടോ. എങ്ങോട്ടൊക്കെ ഗുലാം നമ്മൾ പോകുന്നത്? നമ്മളിവിടെ തൊട്ടടുത്ത് ചെറിയൊരു ടൗൺഷിപ്പ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. നിങ്ങൾ കുട കയ്യിൽ പിടിച്ചു കൊണ്ടെടുക്കാനോ കുട നിർത്താനോ എന്താ സംഭവം എന്ന് എനിക്കറിയാം. കാറ്റുകൾ സ്വീപ്പാക്കിയില്ലേ? ഇതാണ് ഇതിൻ്റെ കഥ. നമ്മുടെ മഴ പെയ്യുമ്പോൾ ഞാനൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയുടെ ഈ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ ഉറപ്പല്ലേ? പിന്നെ ഇവർക്ക് വണ്ടി കാണിച്ചു കൊടുക്കണമെങ്കിൽ പിന്നെ എന്താ കാര്യമില്ല. നമ്മളിപ്പം കാലാവസ്ഥ കൊണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാലാവസ്ഥകളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളോടുള്ള ആകെ ഒരു പ്രശ്നം തരും, നിങ്ങൾ നമ്മളെ ഗുലാംക എന്നുള്ളൊരു വിളിയുണ്ട്. എന്താ വിളിക്കണ്ടേ? പേര് വിളിക്കുന്നത് സായിബ് ഒന്നും വിളിക്കണ്ട, പേര് വിളിക്കുക. മറ്റു ഞാൻ ഈ 56 വയസ്സിലും ഒരു 30-ൻ്റെ മനസ്സുമായി നടക്കുന്ന എന്നെ നിങ്ങൾ ഈ ഗുലാംക വിളിക്കുമ്പോൾ ഒരു മാനസികമായിട്ട് ഇന്നെ ഇങ്ങനെ തളർത്തും. ആ വിളി നല്ലൊരു മനുഷ്യനാണ്. ആ വിളി കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു നമുക്ക് വിളിക്കാന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടല്ലോ. ഇതെന്താ സംഭവം അറിയോ? ചിരി വരുന്നത് എന്താ അറിയോ? അതായത് ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഗുലാംക വിളിക്കരുതെന്ന് എല്ലാവരും പറയുന്നത്. നമ്മളെ നാട്ടിൽ ഒരു കുഴപ്പമിവിടെ അറിയോ? ഈ കാക്ക, എളാപ്പ, മുത്താപ്പ അങ്ങനെയൊന്നും വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയും. അതായത് അതൊരു വയസ്സ് കൂട്ടി തോന്നുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ നിങ്ങളൊരു കാര്യം അറിയോ, ഈ കാക്ക വിളിച്ച വിളിയൊക്കെ റെസ്പെക്റ്റാണ്, വയസ്സ് കൂടുതലുകൊണ്ടല്ല. നമ്മൾ കോഴിക്കോട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ചെറിയ കുട്ടികൾ നമ്മൾ നിങ്ങളെന്ന് വിളിക്കും. ശ്രദ്ധിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് റെസ്പെക്റ്റാണ്. താങ്കൾ എന്ന് പറയുന്നതാണ് നമ്മളങ്ങൾ. അപ്പോൾ അത് ഓക്കെ, നിങ്ങൾ യു കെക്കാരാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. അനങ്ങാ മിസ്റ്ററും മിസ്സീസും മിസ്റ്റർ ഗുലാം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. ആയിക്കോട്ടെ, മിസ്റ്റർ ഗുലാം നമ്മൾ ശീലാക്കി. അതെ ഓക്കെ. ഇവിടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൽ ബസ് സ്റ്റോപ്പൊക്കെ കണ്ട നിങ്ങൾ? ബസ് സ്റ്റോപ്പൊക്കെ ചെറുത് മതി. അതെ, ചെറിയൊരു ബസ് സ്റ്റോപ്പൊക്കെ ആവശ്യമുള്ളൂ. കണ്ടില്ല നിങ്ങൾ? പക്ഷെ ഉള്ളത് വൃത്തിയിൽ ഇതേപോലെ ബസ് അടുത്തത് വരാനുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ കുറേ വലുതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതെ, ഇപ്പോൾ കുറേ കമ്പനികളൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ട്, പരസ്യമൊക്കെ ഒക്കെ വരും, ഒക്കെ മാറ്റം വരും. മിസ്റ്റർ ഗുലാം അതല്ല, നമ്മുടെ നാട്ടില് ഇങ്ങനൊരു ഷെഡ് ഉണ്ടാക്കി വെച്ചാൽ അത് ഒരു MLA-യുടെ സംഭാവനയായിട്ട്. അതെ MLA-ൻ്റെത് വരും, പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ വരും. അതെ, അതൊക്കെ സത്യം. ഇവിടെ നിങ്ങൾ ഈ ഒരു കൈവരി കണ്ടോ? ഈ കൈവരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, നമ്മളെ നാട്ടിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളങ്ങനെ അടിച്ചിങ്ങനെ ഉണ്ടാക്കിയാൽ എന്ത് ഭംഗി ഉണ്ടാവില്ലേ? ഇപ്പോൾ ആ ഒരു കൈവരി മരത്തിൻ്റെ പീസാട്ടോ, അത് സാധാ മരം കൊണ്ട് അടിച്ചതാണ്. അതെ, പൈൻവുഡാണ്. നമ്മുടെ നാട്ടിൽ ഇതേപോലെ മോശമായ മരങ്ങൾ എടുത്തിട്ട് സൈഡിൽ കൂടി ഇതേപോലെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭംഗി പ്രത്യേകമായിട്ട് നമുക്കൊരു രസം തോന്നില്ലേ? പൊതുവേ യൂറോപ്പ്, ഓസ്ട്രേലിയ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഭംഗി തോന്നുന്നത് തന്നെ ഇതേപോലെ ഒരു ഒതുക്കിയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഇഷ്ടം തോന്നുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ മാത്രം കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത കൊമേഴ്ഷ്യൽ വേറെ, റെസിഡൻഷ്യൽ വേറെ. എത്ര ഉൾപ്രദേശങ്ങളായാലും റെസിഡൻഷ്യലായിട്ടും കൊമേഴ്ഷ്യലായിട്ടും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യലിൻ്റെ ഡിസ്റ്റർബ് ഒന്നും റെസിഡൻഷ്യൽ ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പുറത്ത് കൂടെ ഒരു ഹൈവേ ആണ് കേട്ടോ പോകുന്നത്.
ഇത് കണ്ടില്ലേ, അതിൻ്റെ ചെരുവുകളിലുള്ള സ്ഥലത്താണ് ഈ ഒരു ഏരിയ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹൈവേ ആണത്. അങ്ങനെ ഞങ്ങൾ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ചേംബർ ലൈൻസ് ബാണ്ട് L3 ചിപ്സോ പാർക്ക് ഇതില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ലോക്കൽ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ അതായത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളെ ആൾക്കാർ വളരെ കുറവായിരിക്കും. മിസ്റ്റർ ഗുലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ബസ് കയറുമ്പം ഇത് ഹൈഡ്രോളിക് താന്ന് കണ്ടില്ലേ നിങ്ങൾ, അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരിച്ച് പോകുന്നു കേട്ടോ. ഞാനൊന്നും കൂടി കാണിക്കാം അത് അടുത്ത സ്റ്റോപ്പിൽ. അടിപൊളി റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. അതായത് ബസ് ചെറുതും സൗകര്യങ്ങളാണെങ്കിലും ഇതിൻ്റെ ഫെസിലിറ്റി അടിപൊളിയായിരിക്കും കേട്ടോ. ഇവിടെ നിങ്ങൾക്കറിയാം UK അങ്ങനെയാണെന്നുള്ളത്, എന്നാൽ നമ്മളൊന്നും കൂടി കാണിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലണ്ടനിൽ വന്ന സമയത്ത് നമ്മൾ കാണിച്ചത് ഫുള്ള് സിറ്റി ആയിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ സിറ്റിയെ കാണിക്കില്ല കേട്ടോ. ഫുള്ള് ഗ്രാമത്തിലെ റെസിഡൻഷ്യൽ ഏരിയയും അവിടുത്തെ കൊമേഴ്ഷ്യൽ ഏരിയയും ഇങ്ങനെ ഉള്ള ഒരു വ്യത്യാസത്തിലാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മളെ ലണ്ടൻ ട്രിപ്പിൽ ഉണ്ടാകുക. പിന്നെ നമ്മൾ നാളെ നിങ്ങൾക്ക് ഭയങ്കര ഒരു സർപ്രൈസ് തരാനുണ്ട്. അത് സർപ്രൈസ് തരാമെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ എപ്പിസോഡിലേക്ക് ഈ സീരീസിൽ വരുന്നതല്ല, നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈവനിങ്ങിൽ സംസാരിക്കാം കേട്ടോ. ഹായ്, താങ്ക് യു. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. മഴ ഒന്നടങ്ങിയിട്ടുണ്ട്, കാറ്റടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊരു കൊമേഴ്ഷ്യൽ ഏരിയ തന്നെയല്ലേ, പഴയ റെസിഡൻഷ്യൽ വിത്ത് കൊമേഴ്ഷ്യൽ ഏരിയ അല്ലേ. വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ശരി. ഇത് നമ്മൾ ചില ഭാഗങ്ങൾ ഈ ഡൽഹി ഭാഗങ്ങളിലും ആഗ്ര ഭാഗങ്ങളിലൊക്കെ ഇതേപോലത്തെ കൺസ്ട്രക്ഷൻസ് ഇപ്പോഴും കാണാം കേട്ടോ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ അപ്പം മനസ്സിലായില്ലേ, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത് ഇരിക്കുമെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ശരിക്കും നോർത്ത് ഇന്ത്യയിലെ ഒരു കൺസ്ട്രക്ഷൻ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വല്ലവർക്കും അറിയോ? എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യയിലെ കൺസ്ട്രക്ഷനിൽ 2 ടൈപ്പേ ഉള്ളൂ അവിടെ. ഒന്ന് ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് റെയിൽവേ സ്റ്റേഷൻ പോലത്തേത്, 2 മുഗളന്മാരുണ്ടാക്കിയത്. അത് പള്ളിയോ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൊട്ടാരമൊക്കെ ആയിരിക്കും, പക്ഷെ ഓലാണ്ടാളുണ്ടാക്കിയത്. എന്നല്ലാത്ത എന്ത് സാധനമാണ് നമ്മളെ നാട്ടിലുള്ളത്? അമ്പലങ്ങൾ, നിങ്ങൾ പഴയ അമ്പലങ്ങൾ നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും പഴയ കല്ലുകൾ കൊണ്ടുവന്ന് വെച്ച സംഗതികൾ മാത്രമാണെന്നുള്ളത്. അപ്പോൾ കൺസ്ട്രക്ഷനിൽ നമ്മളെ ഇന്ത്യയിലെ പല രാജ്യങ്ങളെയും നമ്മൾ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ശിലാ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് ഒന്ന് ബ്രിട്ടീഷും മുഗളും തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. നമ്മളതിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഇത് മുമ്പത്തെ കൺസ്ട്രക്ഷൻ സ്റ്റൈലായിരിക്കും കേട്ടോ. പുതിയ കൺസ്ട്രക്ഷൻ ഇങ്ങനെ വരില്ലല്ലോ അല്ലേ? ഇത് പുതിയത് ഇങ്ങനെ തന്നെ വരും. ഓക്കെ. അപ്പോൾ ഇവിടെ മൊത്തം ഇനിയിപ്പോൾ പുതിയത് വരികയാണെങ്കിലും ഇങ്ങനെ വരിക അല്ലേ? ഇത് ഇവിടുത്തെ ഒരു സിസ്റ്റമാണ് കേട്ടോ. ശരിക്കും ഇത് പണ്ടത്തെ സിസ്റ്റമാണ് ശരിക്കും ബ്രിട്ടീഷുകാരല്ലേ. പണ്ടത്തെ നമ്മൾ സ്ഥലങ്ങളിലൊക്കെ 400 കൊല്ലം 300 കൊല്ലം മുമ്പുള്ള ചില ഹൗസിംഗ് കോളനി ഏരിയകളിൽ പോയാൽ കാണാവുന്നത് ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ. ഹൈ സ്ട്രീറ്റ് അതെ. ഇത് ലൈറ്റിംഗ് ബസാർ എന്നാണോ ഇതിന് പറയുന്നത്? ലൈറ്റൺ. ലൂട്ടൻ്റെ വേറൊരു സ്പെല്ലിംഗ് കേട്ടോ, ലൈറ്റൺ ബസാർ. അതെ. ലൈറ്റൺ ബസാറിൻ്റെ ഒരു ഹൈ സ്ട്രീറ്റ്. ഇത് ഹൈ സ്ട്രീറ്റ്, ഇവിടെ ഒരു മെയിൻ സ്ട്രീറ്റ് ആണത്. അതെ. ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയൻ്റെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ആയിട്ടല്ലേ ഇതുണ്ടാവുക. പർച്ചേസ് ചെയ്യാനും ആവശ്യങ്ങൾക്കൊക്കെ വരുന്നത് ചെറിയൊരു ടൗൺഷിപ്പ്. പക്ഷേ പണ്ട് മുതലേ ഉള്ള വളരെ പഴക്കമുള്ളതാട്ടോ. എന്തെന്നായാലും ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും നമുക്കത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളെ ഇന്ത്യക്കാർക്കുണ്ടോ അതിൽ? ഇത് ശരിക്കും മഴ ആയിട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ റെസ്റ്റിന് ഇരിക്കുന്നതും ഇവിടെ ഒരു ചെറിയ സ്റ്റേജ് പോലെ നമ്മൾ പൊതുവേ യൂറോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ ചെറിയൊരു സിറ്റിയിലെ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് സ്പേസ് ആണ് കേട്ടോ. അത് ശരിക്കും പ്രോഗ്രാംസും കാര്യങ്ങളും ഈവനിങ്ങിൽ. അതെ. അത് മുനിസിപ്പാലിറ്റിൻ്റെ അത്രയും പൈസ ഉണ്ടായിട്ടാണ്. വരുമാനം അമ്മായി വാങ്ങലല്ലേ വാങ്ങുന്നത്. നമ്മൾ ചൈനയിലൊക്കെ 2ാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടി 2ാം ക്ലാസ്സിലേക്കോ 1ാം ക്ലാസ് കഴിഞ്ഞ് 2ാം ക്ലാസ്സിലേക്കോ എത്തുമ്പോൾ സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം, സൈക്കിള് ഓടിച്ചിരിക്കണം. ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ 1ാം വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടീനെ നീന്തം പഠിപ്പിച്ചോളണം, സൈക്കിളും പഠിപ്പിച്ചോളണം. നമ്മളെ നാട്ടിൽ എത്ര വലിയ ആൾക്കാർ, ഏതൊക്കെ പഠിച്ച ആൾക്കാർക്ക് നീന്തം അറിയാതെ മരിച്ചു പോകുന്നുണ്ട്. അപ്പം ഓരോ സിസ്റ്റമാണ്. നമ്മളതിന് പാവപ്പെട്ട ആൾക്കാരല്ലേ, ഇന്ത്യക്കാർ പാവപ്പെട്ടോലാ നിങ്ങൾ മനസ്സിലാക്കിയ കേരളത്തിൽ. ഇതെന്താ തായ്ലൻഡിൻ്റെ കൊടിയിൽ എന്താ? തായ് ഫ്രഷി മേഡോ? ഫുഡാണല്ലേ.
ഹായ് ഹലോ യാ തായ് ഫുഡാണ്. ആ ഇത് ഒരു സംഗതി ഇതേപോലെ ഇങ്ങനെ ഒരു സാധനം നമ്മളെ പഴംപൊരിയും നമ്മളെ സ്നാക്സൊക്കെ ആയിട്ട് ഇവിടെ തുടങ്ങാനുള്ള പെർമിഷൻ കിട്ടും. ഇവർക്ക് എങ്ങനെ അതെ ഡെയിലി ചെയ്യാൻ പറ്റും? ഡെയിലി അല്ല, ഇവർക്ക് ഓരോ ഡേയ്സ് ഉണ്ടാവും. ഇവർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ദിവസങ്ങളുണ്ട്. ഇതാ ഇതേപോലെ അല്ലേ, ഇതേപോലെ ചെയ്യാൻ പറ്റുമല്ലോ. എന്ത് ചെയ്യാം, നമുക്ക് ആലോചിച്ചൂടെ? സംഭവം അടിപൊളി പരിപാടി കേട്ടോ, ഇത് നമുക്ക് ആലോചിക്കണം. അപ്പോൾ ഇതൊരു പിസ്സ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവിടുത്തെ കുറേ കാലമായിട്ടുള്ളതായിരിക്കും കേട്ടോ. ലൈറ്റിംഗ് ബസാറാണ്, ലൈറ്റൻ ബസാറാണ്. ഇത് രാത്രിയിലായിരിക്കും ആളുണ്ടാവില്ല, പക്ഷെ ഇപ്പോൾ രാത്രിയിൽ ആളുണ്ടാവില്ലല്ലോ അല്ലേ. ബ്യൂട്ടി സെക്ഷനാണ് ഇവിടെ. നമ്മളെ മലയാളികൾ ആരെങ്കിലും ഷോപ്പുണ്ടോ ഇവിടെ? ഇല്ല, ഇന്ത്യൻസ് കുറവുള്ളതാണ്. ഏത് രാജ്യക്കാരെ ഇവിടെ? അതെ അതെ അതെ, ഇന്ത്യൻസ് കുറവാണ് അല്ലേ. ഇവിടുത്തെ ആൾക്കാർ തന്നെ ശരിക്കും? ഓക്കെ ഓക്കെ. ഇത് ഇവിടുത്തെ ആൾക്കാർ പർച്ചേസിന് വരുന്ന മാർക്കറ്റ് തന്നെ? ആ ഓക്കെ, ഇവിടുത്തെ ആൾക്കാരല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ സിസ്റ്റം കേട്ടോ. ഇസ്താംബൂൾ ബാർബേഴ്സ്. ആ ഈ ഒരു കാര്യം പറയാൻ പറ്റും, നമ്മൾ ഈ യൂറോപ്പിൽ ഈ ബാർബർമാർ അധികം തുർക്കിക്കാരായിരിക്കും കേട്ടോ. ബാർബർമാർ, റെസ്റ്റോറൻറ്റ്, ഇങ്ങനത്തെ കുറേ സംഗതികൾ കേട്ടോ, അധികം തുർക്കിക്കാർ തന്നെ ഉണ്ടാവുക. അപ്പോൾ തുർക്കിക്കാർ ഇഷ്ടം പോലെ ഇവിടെ സിറ്റിസൺഷിപ്പ് ആയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തുർക്കിക്കാർ. തുർക്കിൻ്റെ കാര്യം ഇപ്പം വലിയൊരു സുഖകരമല്ലല്ലോ രാജ്യത്തിൻ്റെ കാര്യം. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ കഴിയുന്നത്ര എസ്കേപ്പായി യൂറോപ്യൻ രാജ്യങ്ങളിൽ സെറ്റിലാവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റി കാഴ്ചകൾ ഉണ്ടാവില്ല ഈ ട്രിപ്പിൽ എന്ന് പറഞ്ഞിട്ട് സിറ്റി കാഴ്ചകൾ തന്നെ കാണുക നിങ്ങൾ വിചാരിക്കരുത്. തായ് ഷെഫ് ഇത് ഇവിടുത്തെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു സിറ്റിയാണ്. നമ്മൾ താമസിക്കുന്ന അതുപോലത്തെ റെസിഡൻഷ്യൽ ഏരിയാസിൽ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, നമ്മൾ ഒരു ഗ്രാമത്തിൻ്റെ സിറ്റി എന്ന് തന്നെ പറയാം നമ്മൾ, സബർബൻ ഏരിയ. ഓക്കെ, ഇത് പണ്ട് മുതലേ ഉള്ള ഭാഗമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ സിറ്റി. ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയില്ലേ, നമുക്ക് ഇങ്ങനെ ഫോട്ടോ കാണുമ്പോൾ എന്താ വിചാരിക്കുക, ഒരു ഗാർഡനിങ്ങും ഭയങ്കര ഈ സിസ്റ്റത്തിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ എന്നാണ്. ബട്ട് ഇതാണ് കൊമേഴ്ഷ്യൽ. കണ്ടോ, നമ്മൾ പറഞ്ഞ രണ്ടും ഇവിടെ ഉണ്ട്, അർബൻ റൂറൽ. അത് പേരാക്കി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. നമ്മൾ സാധാരണ ആസ് യൂഷ്വൽ കണ്ടുകൊണ്ടിരിക്കുന്ന നായ്കളെയുമായിട്ട് ഇങ്ങനെ നടക്കുന്ന സൈപ്പന്മാർ, നമ്മുടെ സൈപ്പന്മാർ കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് സൈപ്പന്മാരുടെ ജോലി, ആ നായ്കളെയുമായി ഇങ്ങനെ വെറുതെ ഉലാത്തുക. ഇത് അവിടേക്കൊക്കെ ഓരോരോ സംഗതികളുണ്ട് കേട്ടോ. ഇതൊരു വിശാലമായ ഏരിയ ആണ്. നമുക്ക് ഇവിടുത്തെ സിസ്റ്റം വെച്ചിട്ട് വലിയ റഷൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ഈ കാലാവസ്ഥ കൂടി ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ മാർക്കറ്റിൽ റോഡിന് റെസ്ട്രിക്റ്റ് ആക്കി വെക്കും കേട്ടോ, ഈ സാധനം തൂക്കിയിടും അങ്ങനെ. അതായത് ആ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഡേ പെർമിറ്റ് കൊടുക്കുന്ന ഡേയിൽ വാഹനങ്ങൾക്ക് വരാൻ പറ്റില്ല. ഇതിപ്പോൾ തണുപ്പായിട്ടോ, ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ടാവേണ്ടതാണ് ശരിക്കും. അപ്പോൾ ചിലപ്പോൾ ഈവനിങ്ങിലേക്ക് ഉണ്ടായിന്ന് വരും, പറയാൻ പറ്റില്ല, തണുപ്പ് കുറഞ്ഞാൽ. അങ്ങനെ മിസ്റ്റർ ഗുലാം നമ്മൾ പോകാനുള്ള ബസ്സിൻ്റെ ഇത് നോക്കുകയാണ് കേട്ടോ, നോക്കിക്കൊണ്ടിരിക്കുന്നു. F77 നമ്മൾ ഇന്നലെ വന്ന സാധനം തന്നെ അല്ലേ? അത് ലൂട്ടനിൽ പോകുന്നുണ്ടോ? ലൂട്ടൻ സിറ്റിയിൽ എയർപോർട്ട് അല്ലാതെ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ലൂട്ടൻ സിറ്റിയിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത് അല്ലേ? നമുക്ക് ഗ്രാമക്കാഴ്ച വേറെ എന്തെങ്കിലും കാണാനുണ്ടോ? ഇവർക്ക് നിങ്ങളെ ഇംഗ്ലീഷുകാർക്ക് ഗ്രാമമൊന്നും ഇല്ലേ? ഫാം ഏരിയ, അതെ അതെ അതെ. പിന്നെ ടൗൺ. ഈ മൂന്ന് സംഗതിയെ ഇവരെ തലയിലുള്ളൂ. ഇതുപോലത്തെ സൈക്കിളുകാരൊക്കെ നമുക്കിങ്ങനെ ഇഷ്ടംപോലെ കാണാൻ പറ്റും കേട്ടോ. അവരൊരു ഹാബിറ്റായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ്. ഇവർക്ക് ഭയങ്കര സൈലൻസ് ആയിരിക്കും ഇവരെല്ലാ കാര്യങ്ങൾക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ ജഗപുക കാണാത്തത് കേട്ടോ. പ്രത്യേകിച്ച് ലണ്ടൻ്റെ ഒരു പ്രധാന വിഷയമാണ് ഇവർ സൈലൻ്റായിട്ട് അവരെ കാര്യങ്ങൾ നടത്തി പോവുക. ഉള്ളതിൽ സംതൃപ്തി, അതിൽ ഉഷാറായിട്ട് ജീവിക്കുക. അങ്ങനെ ഇവിടെ ഉച്ച സമയമാണ്. ഇപ്പതാ ഒന്ന് സൂര്യപ്രകാശം ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? വെളിച്ചം വന്നോട് കൂടിയിട്ട് അതെ മിസ്റ്റർ ഗുലാം ഇതെടുത്ത് പുറത്ത് വെച്ചു, കൈ കരുതി
വെളിച്ചം കാണാൻ കാത്തുത്തിരിക്കുക. നമ്മളെ നാട്ടിലാണെങ്കിൽ വെളിച്ചം കുറയാനും കാത്തുത്തിരിക്കുകയാണ് നമ്മൾ. ഇതാണ് ഒരു സിറ്റീൻ്റെ ഒരു ക്യാപിറ്റൽ ഏരിയ ആണ് കേട്ടോ, സ്മോൾ സിറ്റീൻ്റെ. പക്ഷേ ഓൾഡ് ഒരു 400 500 എത്രയോ വർഷങ്ങൾ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുന്ന കാലത്തൊക്കെ ഇവിടെ ഇതുണ്ടാവും. പുലീൻ്റെ മാതിരി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നായനെ കൊണ്ടെടുക്കുക കേട്ടോ. അതെ അതെ അതെ, ഞാൻ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് പുലിയാന്ന് കേട്ടോ, പക്ഷെ ഉണക്കപ്പുലിയാണ്. താങ്ക് യു. അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളെ നമ്മൾ ലൂട്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ. ലൂട്ടൺ എന്ന് പറഞ്ഞ ഇവിടെ എയർപോർട്ടൊക്കെ ഉണ്ട്, ഒരു അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു സിറ്റിയാണ് കേട്ടോ. ലൂട്ടൺ സിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പഴക്കമുള്ള എയർപോർട്ടൊക്കെ ഉള്ള ഒരു കുഴപ്പമില്ലാത്ത സിറ്റിയാണ്, ലണ്ടനിൽ തന്നെ പെടുന്നതാണ് കേട്ടോ. അത് ട്രെയിൻ പോകുന്ന ഭാഗങ്ങളാണ്, ട്രെയിൻ അത് അതിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ. നല്ല, അതായത് മെട്രോ ഒന്നുമല്ല, നമ്മളെ നാഷണൽ ട്രെയിൻ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ. എയർപോർട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അല്ലേ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഡെവലപ്പായ ഒരു ഭാഗമാണ്. പഴമയും പുതുമയും കൂടിക്കലർന്ന ലണ്ടൻ, അതാണ് ലൂട്ടൺ. ഇത് ഇവിടുത്തെ ബസ് സർവീസ് കേട്ടോ. ഇവിടുത്തെ ബസ് സർവീസിൻ്റെ കമ്പനിയാണ് അരിവ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇവിടെ ബസ് സർവീസ് നടത്തുന്നത്. ഇവിടെ ആൾക്കാർ തണുപ്പാണെങ്കിലും ആവശ്യത്തിനുള്ള ആൾക്കാരൊക്കെ അതിലൊക്കെ പോകുന്നുണ്ട്. അതാ നമ്മളെ ലണ്ടൻ്റെ അടയാളമായ ഡബിൾ ഡെക്കർ ബസ് പോകുന്നുണ്ട് കേട്ടോ ഇല്ലേ. ലൂട്ടൺ എയർപോർട്ടിൽ നിന്നും പൊങ്ങുന്ന ഫ്ലൈറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ലണ്ടൻ യാത്ര, മലബാർ ടു ലണ്ടൻ 11 രാജ്യമായി, ഒരു ദിവസം ലണ്ടനിലുമായി. അപ്പം ലണ്ടനിൽ നമുക്ക് ചിലവ് ശരിക്ക് വരേണ്ടതാണ്, പക്ഷേ സാഹിബ് ഉള്ളതുകൊണ്ട് ചിലവ് ഇല്ലാതായി. നമ്മൾ 50,000 എങ്ങനെയും തയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് അതും കഴിഞ്ഞില്ല. സാഹിബ് ശരിക്കും പൈസ ബാക്കിയായി പോയല്ലോ. 40,700 റുപ്യ ആയിട്ടുള്ളൂ. 9,300 റുപ്യൻ്റെ അടുത്ത് ബാക്കിയായി. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലവാക്കണേ. നമ്മൾ ട്രെയിനിൻ്റെ അടയാളമാണ് കേട്ടോ. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ബസ് കാണിക്കുമ്പോൾ ഇതേപോലൊരു ഇതും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ട്രെയിന് പിടിക്കണം, ഒരു ബസ് പിടിക്കണം. അങ്ങനെയാണ് അതിൽ നമ്മളെ ഇത് കാണിക്കുക കേട്ടോ. നമുക്ക് പോകാനുള്ള സൈക്കിൾ ഡബിൾ ഡെക്കറിൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആൾക്കാർക്ക് സൈക്കിളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി വെച്ചിട്ട് പോകട്ടോ, ഇവിടെ വെച്ചിട്ട് പോകും. ഇത് സ്റ്റാർബക്സ് സാധാരണ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒഴിക്കാം. ഓക്കെ ഒഴിച്ചങ്ങ് പോരല്ലേ. മൂത്രം ഒഴിക്കാനായിട്ട് ഞാൻ സ്റ്റാർബക്സ് കയറി കേട്ടോ. അങ്ങനെ നമ്മളെ മലബാർ ടു ലണ്ടൻ യാത്ര 11 രാജ്യങ്ങൾ 50,000 40,700 തീർത്ത ഒരു ട്രിപ്പാണ്. അത് ഞാൻ എങ്ങനെങ്കിലും ഇവിടെ ലണ്ടനിലെത്തി 50,000 ആക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഈ മനുഷ്യൻ എന്നെ സമ്മതിച്ചില്ല. ഈ മനുഷ്യൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും 50,000 ആക്കിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു മാളിലെത്തിയാണ്. അങ്ങനെ ഈ യാത്ര നമ്മളെ 15 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ യാത്രയോടുകൂടി നമ്മളെ യാത്ര അവസാനിക്കുന്നില്ല, ഇനി പുതിയത് വരാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. പുതിയ ഐറ്റംസ്, പുതിയ വെറൈറ്റി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് യാദൃശികമായിട്ട് പരിചയപ്പെട്ടത് ഒരു വലിയ മരുന്നാണ്. ഇതൊരു യാത്രികനാണ്, പക്ഷെ ആൾക്ക് യൂട്യൂബൊന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ് ഞാനും തുടങ്ങാൻ പോവുകയാണ് യൂട്യൂബിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പാരാകുമെന്നൊന്നും അറിയില്ല കേട്ടോ, എന്നാലും നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. എന്തായാലും നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഞാൻ തുടങ്ങിയ യാത്ര എനിക്ക് വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ അവസാനിച്ചത്. അതിന് ദൈവത്തിന് ഒരുപാട് സ്തുതികളുണ്ട്, നിങ്ങൾക്ക് നന്ദിയുണ്ട് നിങ്ങളോടൊക്കെ. വീണ്ടും നമ്മൾ ഉണർവാണ്, ഉഷാറാണ്. അപ്പോൾ നമ്മൾ പൊളിക്കാൻ പോവുകയാണ്. ഇനി പുതിയത് നമ്മളിത് വരാൻ പോകുന്നത് 2-3 മാസം കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയിൽ 50 രാജ്യങ്ങളുടെ ഒരു ടാർഗറ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ 50 രാജ്യങ്ങൾ 2 മാസം, അങ്ങനെ ഒരു യാത്ര നമ്മളെ പ്ലാനിലുണ്ട്. ഒക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇതേതാ മാള്? ലൂട്ടൺ മാളാണ്. വലിയൊരു ലോകാട്ടോ. അവിടെയൊക്കെയാണ് എന്നെ കൊണ്ടുവന്നത് ഇയാൾ. എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അതായത് ഞാൻ ഈ ലണ്ടൻ നിങ്ങൾ പലതവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. പക്ഷെ ഞാൻ നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ടുവരാൻ കാരണം, അതെ, നിങ്ങൾ ഈ 50,000 രൂപയ്ക്ക് എത്ര കൺട്രി എന്ന് പറയുന്നത്? 11 രാജ്യം. അതെ, നടക്കുമ്പോൾ അവസാനിക്കല്ലേ? അതെ. ഈ 11 രാജ്യങ്ങൾ 50,000 രൂപയ്ക്ക് അത് എനിക്ക്
വളരെയധികം ഒരു അത്ഭുതം സൃഷ്ടിക്കുകയാണ്. എങ്ങനെ നിങ്ങൾക്കത് കഴിഞ്ഞു എന്നുള്ളത്. അതെ. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ അതെ, എൻ്റെ യാത്രയിൽ അതൊന്ന് പകർത്താന്നല്ലേ. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 50-55 രാജ്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതെ. പക്ഷെ അതൊക്കെ കവർ ചെയ്ത് വരുമ്പോൾ എൻ്റെ ബാങ്കിലെ അക്കൗണ്ട് അതൊക്കെ സാധാരണ. അതെ. അപ്പോൾ അത് ഞാൻ വിളിച്ചു കൊണ്ടുവന്നത് അതിനാണ്. ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് സെറ്റാക്കി കാണണം. അന്നൊരു കുഴപ്പമില്ല കേട്ടോ. റിയലി നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്വകാര്യമായിട്ട് ഇതിൽ ഹിഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതെ, എക്സ്പീരിയൻസിൻ്റെ. അതെ, അത് എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യും. പേഴ്സണലായിട്ട് നിങ്ങൾക്കും ചെയ്യും, ഞാൻ വിശദമായിട്ട് എൻ്റെ വ്യൂവേഴ്സിനും കൊടുക്കും. എല്ലാവരും അറിയട്ടെ, എല്ലാവരും തീർച്ചയായിട്ടും. അതിനാണല്ലോ നമ്മളിങ്ങനെ ഒരു ടാർഗറ്റ് വെച്ച്. തീർച്ചയായിട്ടും താങ്ക് യു. ഒരു സാധാരണ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതെ, സത്യത്തിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന സമയത്തെ 50,000 രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ഞാൻ വിചാരിച്ചു. 15 ദിവസം എന്ന് പറഞ്ഞാലും എനിക്ക് എത്തിക്കാൻ പറ്റൂല. കൂടാതെ ഒരു സംഗതി കൂടി ഉണ്ടായിരുന്നു, 11 രാജ്യം. ഈ 11 രാജ്യത്ത് ചില രാജ്യത്ത് നമുക്ക് എൻട്രി കിട്ടില്ല. ഇവിടെ ഒന്നും എല്ലാ സ്ഥലത്തും നമുക്ക് വിസ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു ധൈര്യത്തിൽ നമ്മളെ UK വിസ ഉണ്ട്, ഇതുണ്ട് എന്നുള്ള ധൈര്യത്തിൽ അങ്ങോട്ട് പോകുന്നതാണ്. പക്ഷേ ഈ യാത്ര കൊണ്ട് ഉണ്ട്. പല സ്ഥലത്തും UK വിസ, US വിസ ഉണ്ടല്ലോ. കൊസോവോയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, സെർബിയയിൽ എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്, അതൊക്കെ പിന്നെ നമുക്കറിയാലോ. ഈ യാത്രയിൽ പല എമിഗ്രേഷനിലും അതിലെ ചെറിയ എമിഗ്രേഷൻ ഓഫീസേഴ്സ്, ബോർഡർ ഫോഴ്സുകൾ അതെ ചെറുതായിട്ട് ഒന്ന് പഠിപ്പിക്കും. അതെ യൂഷ്വലുള്ള ഒരു കാര്യമാണ്. അതെ. അല്ല, എനിക്ക് സെർബിയയിൽ പിന്നെ മയക്കുമരുന്നിന്റെ ചെക്കിംഗ് ഒക്കെ ആക്കിയിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം ഉണ്ടായതാ. ഭയങ്കര കൊണ്ടുപോയിട്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ അയച്ചിട്ട് അങ്ങോട്ട് ഭയങ്കര ഞെട്ടിച്ചവര്. അതിൽ നിന്നും പിന്നെ വിട്ടതാ. ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഉണ്ടായ അവർക്ക് തോന്നിയ ഒരു ഗ്രേഡിന്റെ ഇതിൽ ചെയ്തതാണ്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം എടുത്താൽ മതി. വലിയ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, കാരണം അവർക്ക് അറിയില്ലല്ലോ നമ്മൾ ആരാണ്. അതെ തീർച്ചയായിട്ടും. അപ്പൊ അതിലുണ്ടാവുന്ന ചെറിയ വിഷയങ്ങളാണ്. അതെ. ഈ മാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോട്ടൺ മാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൂട്ടൺ മാൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു മാളാട്ടോ. കണ്ടില്ല നിങ്ങൾ? ഇവിടുത്തെ ഫർണിച്ചർ ഷോപ്പ് ഇതേപോലെ ഒരുപാട് ഇതിൻ്റെ മുകളിലെ തട്ടുകളിലുണ്ട്. ഇത് തന്നെ അവിടെയൊക്കെ ഓഫറുള്ള സ്ഥലങ്ങൾ ഞാൻ വിശദമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. വളരെ പഴക്കമുള്ളൊരു മോളാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ ലണ്ടനെ സംബന്ധിച്ചിടത്തോളം ഈ പഴക്കമുള്ളതിന് വാല്യൂ കൂടുതലാണ് ഇവിടെ. അപ്പം നമ്മൾ അങ്ങനെ ലൂട്ടൺ മാളിൽ വന്ന് നമ്മൾ കുറച്ച് അവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. നിങ്ങൾ ഓപ്പൺ ബാർബർ ഷോപ്പ് അടിപൊളിയല്ലേ, ഓസീസ് ബാർബർ. അപ്പോൾ ഇതൊക്കെ തുർക്കിഷ് ആട്ടോ. ലണ്ടനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തുർക്കിഷിൻ്റെ കയ്യിലായിരിക്കും ബാർബർ ഷോപ്പ് പ്രത്യേകിച്ച്. അങ്ങനെ നമ്മൾ ഷൂവിൻ്റെ ഓഫറുള്ള സ്ഥലത്താണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളെ യാത്ര നമ്മൾ ഏകദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇന്ന് പിന്നെ ഗുലാം ഖാൻ്റെ ഒരു പാർട്ടി കാര്യങ്ങളോട് കൂടിയിട്ട് നമ്മൾ ഈ യാത്ര അവസാനിക്കും. അങ്ങനെ നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ഇരുടാവുന്നു. ഇവിടെ ഒരു 4:30-5 മണിയാകുമ്പോഴേക്ക് ഇരുടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിന് കാത്തിരിക്കുകയാണ്. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലൂട്ടൺ സിറ്റി ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിതാ ട്രെയിന്, റെയിൽവേ സ്റ്റേഷന്, പബ്ലിക്കിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ സെറ്റാണ് കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ വലിയൊരു പ്രശ്നമാണ്. കാരണം മഴയും തണുപ്പും കാറ്റും എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ഈ ആൾക്കാരൊക്കെ ഇതിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതും ആവശ്യങ്ങൾക്ക് ചെയ്യുന്നതും. ലണ്ടന് ഒരു അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് എത്രത്തോളം വയബിളാണ് എന്നതും കൂടിയും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ മലബാർ ടു ലണ്ടൻ യാത്ര 11 രാജ്യങ്ങൾ 50,000 രൂപ. നമ്മൾ 42,700 രൂപയിൽ 15 ദിവസം പൂർത്തിയാക്കി നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ കൂട്ടത്തിൽ ഒരു ദിവസം ലണ്ടൻ കാഴ്ചകൾ കൂടി കാണിച്ചു. പിന്നെ നമ്മളെ സായിബായ ഗുലാം ബായിൻ്റെ എല്ലാ സപ്പോർട്ടും സഹകരണവും ഉണ്ടായി, നിങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇവിടെ നല്ല തണുപ്പുമാണ്. അപ്പോൾ ഇത്തരം വിശേഷങ്ങൾ, ലൂട്ടൻ്റെ വിശേഷങ്ങളും കൂടി എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് കൂടി നമ്മുടെ ഈ മലബാർ ടു ലണ്ടൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു.
നിങ്ങളൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അടുത്തൊരു ടാർഗറ്റ്, അടുത്തൊരു ബഡ്ജറ്റ് ട്രിപ്പ് നമ്മൾ ഇതിലും കുറച്ചുകൂടി വിശാലമായി കുറച്ചുകൂടി കൂടുതൽ രാജ്യങ്ങൾ കൂടി കൂട്ടി നമ്മളിതുണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ ഈ വീഡിയോയോടുകൂടി ലണ്ടനിലെ ലൂട്ടനിൽ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ബായ്.